എല്ലാവർക്കും നാളെ എക്സാം അല്ലേ? നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടോ? ദാ മക്കളെ, മിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ചോദ്യമായിട്ടാട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. മക്കളോട് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ട്. അതായത് നമുക്കൊരു പാട്ട് തരും, ഒരു 4 വരി കവിതയോ അല്ലെങ്കിൽ കുറച്ച് വരികളുള്ള ഒരു കവിത തരും. അതിനുശേഷം നിങ്ങളോട് വരികൾ കൂട്ടി എഴുതാൻ വേണ്ടി ചോദിക്കും. ഒരുപാട് വലിയ പാട്ടൊന്നും എഴുതാൻ വേണ്ടി ചോദിക്കില്ല, എന്നാലും കുട്ടി കുട്ടി പാട്ടുകൾ എഴുതാൻ വേണ്ടി നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആ ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും? അത് നമുക്കൊന്ന് പഠിച്ചാലോ? അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗത്തിൽ നിന്ന് തന്നെ ടീച്ചർ ആ ചോദ്യം കാണിച്ചു തരാം കേട്ടോ. പറവകൾ പാറി എന്നൊരു ഭാഗം നമുക്കില്ലേ? നമ്മുടെ ആദ്യത്തെ പാഠഭാഗമാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പഠന പ്രവർത്തനമില്ലേ? ആ പഠന പ്രവർത്തനത്തിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. നമുക്ക് നോക്കാമേ. ഇവിടെ കുറെ കിളിക്കുട്ടികളെ നിങ്ങൾ കണ്ടോ? അപ്പൊ എന്താ പാട്ട് നോക്കിക്കേ. പട 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 പറവകൾ പാറി തന 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 തനു തീന തന, ഇങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ. ഇനി നമ്മളോട് 2 വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ടാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, കല കില കല പില പറവകൾ പാടി, പിന്നെ തന തനു എന്ന് തന്നിട്ടുണ്ട്. ബാക്കി എന്തെഴുതും? ഇതാണ് ചോദ്യം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യത്തെ വരി ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? വായിച്ചു നോക്കണം. പട 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 പറവകൾ പാറി തന 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 തനു തിന താന, അങ്ങനെയല്ലേ ഉള്ളത്. അപ്പൊ അടുത്തത് നോക്കിയേ, കലപില കലപില പറവകൾ പാടി. പിന്നെ എന്താ എഴുതുക? ദാ ഈ വരി തന്നെ നമ്മൾ ഇവിടെ എടുത്തെഴുതിയാ പോരെ, എളുപ്പമല്ലേ. അപ്പൊ എന്ത് എഴുതണം? നമ്മൾ എല്ലാവരും ടീച്ചറും ഈ റോസ് കളർ ഉപയോഗിച്ച് എഴുതാട്ടോ. അപ്പൊ തന തന, എത്ര തനതനയുണ്ട്? മൊത്തം ഇവിടെ 4 എണ്ണം അല്ലെ. അപ്പൊ 3 എണ്ണം നമ്മൾ ഇപ്പൊ തന്നെ എഴുതി. ദാ 4മത്തതും കൂടെ ടീച്ചർ എഴുതി. അപ്പൊ 4 തനതന മൊത്തം ആയല്ലേ. അപ്പൊ ബാക്കിയുള്ള വരിയിൽ നമ്മൾ എഴുതണം അല്ലെ. അപ്പൊ തനു തന്നിട്ടുണ്ട്. ഇനി എന്താ എഴുതേണ്ടത് നോക്കിക്കേ. ഇനി 2 വാക്കുകളാ എഴുതണ്ട അല്ലെ. അപ്പൊ ഏതാ 2 വാക്ക്? തീന താന അല്ലെ. തിന എന്നും താന എന്നും. അപ്പൊ നമ്മൾ അതും കൂടെ ഒന്ന് എടുത്തെഴുതുക. അപ്പൊ എഴുതിക്കേ, തീന താന. എഴുതിയോ? അപ്പൊ എന്തായി? പാട്ട് ശരിയായില്ലേ? യെസ്. അപ്പൊ അടിപൊളിയായിട്ട് പഠിച്ചല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം എന്താണോ തന്നിരിക്കുന്നത് അത് തന്നെ ആവർത്തിച്ച് എഴുതാനായിരിക്കും. അപ്പൊ ആ മക്കള് പഠിച്ചു വെച്ചോ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. ഇനി അതൊന്നും അല്ലാത്ത സുഗമമായിട്ട് അല്ലെ, സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് വരികൾ കൂട്ടിച്ചേർക്കാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ എന്താ നോക്കിക്കേ, കിളികളെ കണ്ടില്ലേ? അപ്പൊ കിളികളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കവിതകൾ എഴുതാൻ അറിയാമോ? കുട്ടി കവിത എഴുതാൻ മതി അല്ലേ. കിളികളുടെ പറക്കുന്നതിനെ കുറിച്ചും കിളികളുടെ ചിറകിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് വർണ്ണിച്ചെഴുതാം. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ഒരു മഞ്ഞ കിളിയെ കണ്ടല്ലേ? മഞ്ഞ കിളിയെ കണ്ടാൽ നല്ല ഭംഗിയില്ലേ? അപ്പൊ കിളിയേ കിളിയേ മഞ്ഞ കിളിയേ, ഇങ്ങനെ എഴുതിക്കൂടെ? കിളിയേ കിളിയേ മഞ്ഞ കിളിയേ എന്നുടെ കൂടെ പോരുന്നോ അല്ലെ. മഞ്ഞക്കിളിയോട് നമ്മൾ ചോദിക്കാണ് എന്നുടെ കൂടെ പോരുന്നോ എന്ന്. ബാക്കി 2 വരികൾ എഴുതാൻ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എഴുതത്തില്ലേ? എഴുതാം അല്ലെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികള് ചേർക്കാം. അപ്പൊ നമ്മൾ വീട്ടിൽ പോന്നാൽ നമുക്ക് പറയാം അല്ലെ. വീട്ടിൽ പോന്നാൽ നമ്മൾ എന്ത് കൊടുക്കും? പഴം കൊടുക്കും എന്ന് പറഞ്ഞൂടെ? ഒന്ന് വീട്ടിൽ അല്ലെ, വീട്ടിൽ പോവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലെ. അപ്പൊ കിളിയേ കിളിയേ മഞ്ഞ കിളിയേ എന്നുടെ കൂടെ പോരുന്നോ, എന്നുടെ കൂടെ പോന്നാലോ പാലും പഴവും തരുകില്ലേ. ഇങ്ങനെ മക്കൾ ആലോചിച്ചിട്ടല്ലേ ഇതാ മിസ് ഇപ്പൊ ഉണ്ടാക്കിയതാ. അതുപോലെ തന്നെ കുഞ്ഞു മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, പഴങ്ങൾ കഴിക്കുന്ന കിളിയെ കുറിച്ച് അല്ലെ, പാല് കുടിക്കുന്ന കിളിയെ കുറിച്ച്. ഇങ്ങനെ മക്കൾക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാല് കുറെ ഉത്തരങ്ങൾ കിട്ടും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ പാട്ട് എന്ന് എഴുതാൻ വേണ്ടി ചോദിച്ചാല്, കവിത എഴുതാൻ വേണ്ടി ചോദിച്ചാല്, കുട്ടി കവിത എഴുതാൻ വേണ്ടി ചോദിച്ചാലും ഒക്കെ ഒരേ ഉത്തരം തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് മിസ് വിചാരിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം കേട്ടോ. ബൈ.